ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചും അതിന് എത്ര റേറ്റ് ആയി, എത്ര മീറ്റർ എടുത്തിട്ടാണ് ഇത് ചെയ്തെടുത്തത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോയിൽ ചെറുതായിട്ട് ഈ നെക്കിൽ കൊടുത്തൊരു നെക്ക് ഡിസൈനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് കസ്റ്റമർ അതിൽ ചെറുതായിട്ടൊരു നെക്ക് ഡിസൈൻ കൊടുക്കാൻ പറഞ്ഞത് ദുപ്പട്ടയ്ക്ക് മാച്ചായിട്ട്. അപ്പോൾ അതും കൂടി ചെയ്യുന്നതിന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കേർട്ടിനും ടോപ്പിനും ബ്ലൗസായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചന്തേരി സിൽക്കാണ്. ദുപ്പട്ട വന്നിട്ട് വിചിത്ര സിൽക്കാണ്. നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതാണ്. 380 350 ആ റേറ്റാണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് നെക്ക് ഡിസൈൻ കാണാം. നോർമലി നമ്മൾ ഇതിന് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൽ മാത്രമേ നമ്മൾ ഡിസൈൻ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ടോപ്പ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് മൊത്തമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അത് ബാക്കിലും സ്ലീവിലൊക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഷുഗർ ബീഡ്സും അതുപോലെ ഗോൾഡിൻ്റെ റൗണ്ട് ബീഡ്സും പിന്നെ നമ്മുടെ ദുപ്പട്ടയുടെ കളർ വരുന്ന സീക്വൻസും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. വളരെ മിനിമലായിട്ടുള്ളൊരു വർക്കാണ്. നമുക്ക് പെട്ടെന്നൊരു 1 അവറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. കൂടാതെ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ദുപ്പട്ടയുടെ കളറ് ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഹാങ്ങിങ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഒരുപാട് ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഈ നെക്ക് ഡിസൈനും പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ ഷുഗർ ബീഡ്സ് ഇങ്ങനെ 4 എണ്ണം കോർത്തിട്ട് നമ്മളിങ്ങനെ ഈ നെക്ക് ലൈനിൽ ചെയ്ത് കൊടുക്കണം. ഈ ഡിസൈൻ സ്ലീവിൽ ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ മുന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് ഈ ഒരു വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ പറയുന്നില്ല, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സ്കേർട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് 5 മീറ്റർ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ ടോപ്പിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 1 മീറ്റർ ഫാബ്രിക്കാണ്. മൊത്തമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 6 മീറ്റർ ഫാബ്രിക്കാണ്. അതിന് ലൈനിങ് നമ്മൾ ക്രേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രേപ്പ് നമ്മൾ സ്കേർട്ടിന് യൂസ് ചെയ്തിട്ടുള്ളത് 3.5 മീറ്ററും ടോപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത് 1 മീറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രേപ്പ് മെറ്റീരിയലിന് ഏകദേശം റേറ്റ് വരുന്നത് പല ഷോപ്പിലും പല റേറ്റാണ്. എന്നാലും ഒരു 40-50 രൂപയുടെ ഉള്ളിലാണ് ക്രേപ്പിൻ്റെ മെറ്റീരിയലിന് വരുന്നത്. പിന്നെ ഈ ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് 350 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. 350, 370, 380, 400 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 380 വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് നമ്മൾ മൊത്തം 6 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇതൊരു ബോർഡർ വരുന്ന ഒരു സൈഡിൽ മാത്രം ബോർഡർ വരുന്ന ഫാബ്രിക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കേർട്ടിന് നമ്മൾ ബോർഡർ കൊടുത്തിട്ടില്ല. ടോപ്പ് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ ആ ബോർഡർ വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ആ ബോർഡർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അംബ്രല്ല സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നെക്ക് ഡിസൈനൊക്കെ ഞാൻ മുന്നേ ചെയ്ത ഒരു ഡിസൈൻ്റെ മെത്തേഡ് തന്നെയാണ്. ഇതുപോലെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സിക്സാഗ് ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾ സിക്സാഗ് ലൈൻ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് അതുപോലെ വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ചെയ്യാൻ നല്ലത്. ഞാൻ 4 ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു ഏകദേശം ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് പോർഷനിലുള്ള വർക്ക് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഈ സെയിം വർക്ക് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഫുള്ള് ചെയ്യുന്നത് നെക്കിൽ. അപ്പോൾ ഇത്ര ഏരിയ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഗ്യാപ്പ് വരുന്ന ആ ഒരു വി ഷേപ്പ് വരുന്നതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ദുപ്പട്ടയുടെ കളർ ഒരു ഷുഗർ ബീഡ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ല ഡാർക്ക് ഒരു വൈൻ ഷെയ്ഡായിട്ട് തോന്നി. പക്ഷേ ഓരോന്നായിട്ട് എടുത്തപ്പോഴാണ് അത് കുറച്ച് ലൈറ്റായി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ബീഡ്സ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് താഴത്തേക്ക് വരുന്ന ഭാഗത്ത് നമ്മളൊരു ഗോൾഡിൻ്റെ റൗണ്ട് ബീഡ്സും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ നമ്മൾ ആ ഒരു സിക്സാഗ് ഇങ്ങനെ പോണതിൻ്റെ ഒരു മേലത്തെ ആ ഗ്യാപ്പിൽ ഷുഗർ ബീഡ്സും താഴെ വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഗോൾഡിൻ്റെ ഒരു ചെറിയ ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ഗോൾഡിൻ്റെ റൗണ്ട് ബീഡ്സും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു പെറ്റലല്ല ഒരു സീക്വൻസും ഒരു 3 ഷുഗർ ബീഡ്സ് ഇട്ടിട്ട് ഒരു ചെറിയ ലൈൻ പോലെ ഈ ടിപ്പിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഫിനിഷ് അത്ര സിമ്പിൾ വർക്കാണ്. പക്ഷെ കാണുമ്പോൾ നല്ല എലഗൻറ്റും നമുക്ക് എന്താ പറയുക ഒരുപാട് ഓവറായിട്ടും തോന്നില്ല. മിനിമലായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിത് ആദ്യം വർക്കൊന്നും ചെയ്യാണ്ട് സ്കേർട്ടും ടോപ്പും
ദുപ്പട്ട അങ്ങനെ ദുപ്പട്ട റെഡിമെയ്ഡാണ്, ബാക്കിയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാമെന്നുള്ള പറഞ്ഞപ്പോഴാണ് കസ്റ്റമർ ചെറുതായിട്ട് ഒരു വർക്കും കൂടി ഇതിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് നമ്മളപ്പോൾ ഈ വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വേണ്ടി വിചാരിച്ചതാണ്. നിങ്ങൾക്കിത് ബ്ലൗസിലും കുർത്തിയുടെ നെക്കിലും ക്രോപ്പ് ടോപ്പിലും ഒക്കെ വർക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ദുപ്പട്ട വിചിത്ര സിൽക്കാണ്. ഇത് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടും കിട്ടുന്നുണ്ട്. വിചിത്ര സിൽക്ക് 160 അങ്ങനെയാണ് തോന്നുന്നു മീറ്ററിന് റേറ്റ് വരുന്നത്. പിന്നെ ഇതിങ്ങനെ റെഡിമെയ്ഡ് ആയതുകൊണ്ട് 2.25 മീറ്ററാണ് ഇതുള്ളത്. ഇതിൻ്റെ ബോർഡറിലായിട്ട് ചെറിയൊരു ലൈസ് പോലെ, ഒരു സീക്വൻസിൻ്റെ ഒരു ലൈസ് പോലെ ഉണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ദുപ്പട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഓവർ ബഡ്ജറ്റൊന്നും ആവാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ.